ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇനി ഫിസിയോതെറാപ്പി എടുക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന്. ജോലിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലിംഗ് ഒന്നും പോസിബിൾ അല്ല. പിന്നെ ഇവിടെ മൊത്തം ഭയങ്കര മഴയാണ്, അതേപോലെ തന്നെ ജോലിയുടെ ഒക്കെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പം ഐ തോട്ട് ദാറ്റ് എൻ്റെ ഒരു 4.5 year എക്സ്പീരിയൻസ് ആസ് എ ഫിസിയോ സ്റ്റുഡൻറ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. സോ ഫിസിയോതെറപ്പിക്ക് പോകുന്നവർക്കും ഒക്കെ കുറച്ച് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിസിയോതെറപ്പി കോഴ്സിനെ പറ്റി പറയുമ്പം ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം കുറേ പഠിക്കാനുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിച്ചാൽ പാസ്സാവുന്നതേ ഉള്ളൂ. പൊതുവെ 3 യൂണിവേഴ്സിറ്റീസിലേക്കാണ് പൊതുവെ എല്ലാവരും പോകുന്നത്. നമ്മുടെ തമിഴ്നാട്ടിലെ MGR യൂണിവേഴ്സിറ്റി, കർണാടകയിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കുഹാസ്. അപ്പം ഈ 3 യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് പിള്ളേർ പഠിക്കുന്നത്. പിന്നെ DMD യൂണിവേഴ്സിറ്റീസ്, മണിപ്പാൽ യൂണിവേഴ്സിറ്റീസ്, ആന്ധ്ര അല്ലെങ്കിൽ തെലങ്കാനസിലുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പം കുറേ പേരൊക്കെ അഡ്മിഷൻ എടുത്ത് കാണും, കുറേ പേര് അഡ്മിഷൻ എടുക്കാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഞാനും +2 കഴിഞ്ഞ് ഫുള്ളി കൺഫ്യൂസ്ഡ് ഒക്കെ ആയിരുന്നു, ഫിസിയോതെറപ്പി എവിടെ എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ. ആക്ച്വലി ഞാൻ കേരളത്തിൽ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഫിസിയോതെറപ്പി കഴിഞ്ഞ ഒരാൾ പറഞ്ഞു, ഇപ്പം ആക്ച്വലി പുള്ളി ട്രിവാൻഡ്രത്തെ കോളേജിലെ പ്രൊഫസറാണ്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, കർണാടകയിൽ പഠിച്ചാൽ മതി, കുറച്ചും കൂടെ നമുക്ക് പേഷ്യൻസ് ഒക്കെ ആയിട്ട് എക്സ്പോസ്ചറൊക്കെ കിട്ടും, പിന്നെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും, നമ്മൾ ട്രാവലിംഗ് പഠിക്കും എന്നൊക്കെ. അപ്പോൾ കർണാടകയിലെ കാര്യമാണ് എനിക്ക് കുറേ കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ ഒരു 4.5 year എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ചിലവരോർക്കും ദൈവമേ കേരളത്തിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവൻ എന്തൊക്കെ പറയുന്നതെന്ന്. അപ്പം +2 കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാവുന്ന എല്ലാ പിള്ളേർക്കും ഫിസിയോതെറപ്പിക്ക് അഡ്മിഷൻ എടുത്ത പിള്ളേർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം +2 എനിക്ക് 75% മാർക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്യൂർ സയൻസിൽ. ആക്ച്വലി ഞാൻ നല്ല ഉഴപ്പായിരുന്നു. അപ്പം ഞാൻ ഫിസിയോതെറപ്പി പഠിക്കാൻ പോകുമ്പോൾ പൊതുവെ എല്ലാവരും കുറച്ച് എക്സസൈസും ഇതൊക്കെ ഉള്ള നോർത്താണ് ഫിസിയോതെറപ്പി എടുക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ എല്ലാം കൃത്യമായി അറിഞ്ഞതാണ്. MBBSൻ്റെ സെയിം സിലബസ് ആണ്, ഇത്ര സബ്ജക്ട്സ് ഉണ്ട്, ഇത്ര മാർക്സ് ഒക്കെ ആണെന്ന് അറിഞ്ഞു പോയതാണ്. സോ ഹോസ്റ്റലൊക്കെ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യെ പയ്യെ നമ്മളത് മേക്കപ്പ് ചെയ്തെടുത്തു. പിന്നെ എന്തുവാണ്, ഫസ്റ്റ് ഇയർ ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് വന്നത്. ഫസ്റ്റ് ഇയറും ഫൈനൽ ഇയറുമാണ്. കുറേ പഠിക്കാനുണ്ട്. ഇപ്പോൾ കർണാടകയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇവർക്ക് ഇല്ലാത്ത പല സബ്ജക്ട്സും നമ്മൾ കർണാടക രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലെ മെയിൻ സബ്ജക്ട്സ് ആയിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇയറിൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കേരളത്തിൽ ഫിസിയോതെറപ്പി പഠിക്കുന്നവർക്ക് അതില്ല, അവർക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് കർണാടകയിൽ അതൊരു മെയിൻ സബ്ജക്റ്റാണ്, 100 എക്സാം ആണ്. സോ അങ്ങനെ കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ഇയർ തൊട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനും റൗണ്ട്സിനും ക്ലിനിക്കലൊക്കെ തുടങ്ങും. പിന്നെ കുറേ പേര് ചോദിച്ചൊരു ഡൗട്ടാണ്, സ്റ്റെത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വി ക്യാൻ യൂസ് സ്റ്റെത്ത്, നമുക്ക് യൂസ്ഫുൾ ആണ് അത്. എക്സ്പെഷ്യലി നമ്മുടെ സെക്രീഷൻസ്, നമ്മുടെ ലങ് അല്ലെങ്കിൽ ചെസ്റ്റ് സെക്രീഷൻസ് ഒക്കെ എന്തേരം ഉണ്ട്, അല്ലെങ്കിൽ ഏത് പോർഷനാണ് ലങ്സിൻ്റെ കൂടുതൽ സെക്രീഷൻസ് ഇപ്പം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽ ഫിസിയോളജി പ്രാക്ടിക്കലിനൊക്കെ നമുക്ക് സ്റ്റെത്ത് വേണം. ആൻഡ് അങ്ങനെയാണ്. പിന്നെ നമ്മൾ പൊതുവെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ +2 മാർക്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട. 50% ആണെങ്കിൽ 60%, 90% ഉള്ള ആളാണെങ്കിലും ഫിസിയോതെറപ്പി BPT നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്ന് ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് 75% ആണ്, 90% ആയിട്ട് വന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. ബട്ട് യൂണിവേഴ്സിറ്റി എക്സാംസിന് അവരെക്കാളും മാർക്സ് കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ 60% ഉള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു +2, അവരെന്നേക്കാളും സ്കോർ ചെയ്തവരുണ്ട്. സോ ഇറ്റ് ഡസൻ മാറ്റർ, നമ്മൾ +2 വരെ പഠിച്ചൊന്നും നോക്കണ്ട. അതിനുശേഷം ഇനി നിങ്ങൾ BPTക്ക് എത്രമാത്രം എഫേർട്ട് ഇടുന്നു എന്ന് ബേസ് ചെയ്തിരിക്കും. പിന്നെ കുറേ പേര് ചോദിച്ചാണ് പഠിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ദ തിങ് ഈസ്, നമ്മൾ പഠിച്ചാൽ കിട്ടാത്തതായി ഒന്നുമില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാൻ പറ്റും. അത്ര പഠിച്ചാൽ ഫെയിലാകുന്ന അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല. ബട്ട് പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവും. കുറേ ട്രിക്സ് ആൻഡ് ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ പോകുമ്പം നന്നായിട്ടിരുന്ന് പഠിക്കാനൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ഫസ്റ്റ് ഇയർ ആണ് ഏറ്റവും ക്രൂഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ബിക്കോസ് ബേസിക്സ് ആണ്, നമ്മുടെ ബോഡിയുടെ മസിൽസ്, ബോൺസ്, അതേപോലെ തന്നെ ബോഡിയുടെ മൂവ്മെൻറ്റ്സ്, ഫങ്ഷണൽ ആക്ടിവിറ്റീസ്, കെമിക്കൽ റിയാക്ഷൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. ഈ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സാധനമൊക്കെ നമുക്ക് ചിലപ്പോൾ ചില സബ്ജക്ട്സ് ഫൈനൽ ഇയറിലും വേണ്ടി വരും. ബിക്കോസ് അതൊരു കണക്റ്റഡ് ആണ്.
ബേസ് ആണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. ലൈക്ക് +1 ബേസ് ആണല്ലോ +2 അതിൽ 8ഉം 9ഉം ബേസ് ആണല്ലോ 10ന്റെ എന്ന് പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇയർ ഇസ് വെരി ബേസ് ആണ്. അപ്പം നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇയറിൽ എനിക്കൊന്ന് കർണാടകയിൽ 6 സബ്ജക്ട്സ് ഉണ്ട്. അതിൽ 2 കമ്പൈൻഡ് ആണ്. ലൈക്ക് ബോട്ടണി സുവോളജി പോലെയാണ്, സോഷ്യോളജി സൈക്കോളജി, പിന്നെ അനാട്ടമി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, ബയോകെമിസ്ട്രി ഉണ്ട്, ബയോമെക്കാനിക്സ് ഉണ്ട്. അപ്പോൾ ഈ 5 സബ്ജക്ട്സ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലെ ഇയർ ബാക്ക് സിസ്റ്റം ഉണ്ട്. കേരളത്തിലില്ല, കർണാടകയിൽ തമിഴ്നാട്ടിലെ MGRലും ഇല്ല. സോ അതാണ് നമുക്കൊരു പ്രശ്നം. അതായത് നമ്മൾ 2 സബ്ജക്റ്റോ അതിൽ കൂടുതലോ പർട്ടിക്കുലർ ഇയറിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇയർ ബാക്ക് കിട്ടും. സോ അറ്റ്ലീസ്റ്റ് എല്ലാ ആദ്യത്തെ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ നോക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ ഫെയിൽ ആയാലും ഒരു സബ്ജക്റ്റിനൊക്കെ ഫെയിൽ ആവുക. ബിക്കോസ് അത് നമുക്ക് ഒരു സബ്ജക്റ്റൊക്കെ പിന്നെ നമുക്ക് മേക്കപ്പ് എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരുടെയും ഭയങ്കര ഒരു പേടിയായിരുന്നു എങ്ങനെ പാസ്സാകും എന്നൊക്കെയുള്ള. പിന്നെ സെക്കൻഡ് ഇയർ എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. തേർഡ് ഇയർ എത്തുമ്പോൾ കുറച്ചും കൂടെ ഈസി ആവും. ഫോർത്ത് ഇയർ എത്തുമ്പോൾ കുറച്ചും കൂടെ. അങ്ങനെ 4 വർഷമാണ്. പിന്നെ ഒരു 6 മന്ത് ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ബാക്കി എല്ലാ വർഷവും പഠിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു ഐഡിയാസ് കിട്ടും, കുറേ പുതിയ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കരിയർ ഓപ്ഷൻ ഉണ്ട്. കുറേ കൺട്രീസിലേക്കൊക്കെ ഇപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. ജർമ്മനി, ഓസ്ട്രിയയിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. ലാംഗ്വേജ് മതി. പിന്നെ നാട്ടിൽ നിൽക്കേണ്ടവർക്ക് നാട്ടിൽ നിൽക്കാം. ആൻഡ് മാസ്റ്റേഴ്സിന് കൊണ്ടവർക്ക് മാസ്റ്റേഴ്സിന് പോവാം. അങ്ങനെയൊക്കെ. സോ നമുക്ക് മെയിനായിട്ട് നമുക്ക് ക്ലിനിക്കൽ നോളജ് നന്നായിട്ടുണ്ടായിരിക്കണം. ഏതൊരു കണ്ടീഷൻ കിട്ടിയാലും നമ്മളത് ട്രീറ്റ് ചെയ്യാൻ നമ്മളൊരു ഇതായിട്ട് മുന്നോട്ട് വരണം. ആൻഡ് തിരുമ് അത് ഇതെന്നൊക്കെ വിവരമില്ലാത്ത ആൾക്കാർ പറയുന്നതിനോട് നിങ്ങൾ ആരും ഒന്നും എന്താ പറയുക, അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ബിക്കോസ് അവർ വിവരമില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. എക്സ്പെഷ്യലി ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പം സ്ട്രോക്ക് പേഷ്യൻസ്, എന്ത് സർജറി കഴിഞ്ഞാലും ഡോക്ടേഴ്സ് ഫിസിയോനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ICU പേഷ്യൻസിന് പോലും ഫിസിയോ വേണം. ലൈക്ക് ചെസ്റ്റ് ഫിസിയോ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ സ്ട്രോക്ക്, അതേപോലെ തന്നെ മുട്ട് മാറ്റി വെക്കുന്ന സർജറികൾ, അതേപോലെ തന്നെ ഇടുപ്പ് മാറ്റി വെക്കുന്ന സർജറികൾ, കൈ കാലം മൊത്തം ഫിസിയോ ആണ്. എക്സ്പെഷ്യലി സ്പോർട്സിലൊക്കെ ഫിസിയോയുടെ ഇമ്പോർട്ടൻസ് ഭയങ്കര അധികമാണ്. സോ ആൻഡ് ന്യൂറോ ആൻഡ് ഓർത്തോ ഇസ് നത്തിങ് വിത്തൗട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. സോ അവിടെയൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. സോ അത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട്. എൻ്റെ ഒരു 4.5 ഇയറിലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്, അത് എഴുതണം, വരയ്ക്കണം, അങ്ങനെ കുറച്ച്. പിന്നെ +2 വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫിസിയോ എളുപ്പമാണ്. എൻ്റെ അടുത്ത് ഒന്നും കൂടെ +1 +2 പഠിക്കാൻ പറഞ്ഞാൽ ഞാൻ പഠിക്കില്ല. ബിക്കോസ് ഫിസിക്സ്, ഡെറിവേഷൻ, മാത്സിൻ്റെ ഇൻ്റഗ്രേഷൻ, അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫിസിയോതെറപ്പി ഈസ് ഫാർ ഈസി. ബിക്കോസ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഇയറിൽ ടഫായിട്ട് തോന്നിയ സബ്ജക്റ്റ് ബയോകെമിസ്ട്രിയാണ്. സെക്കൻഡ് ഇയറിൽ ഫാർമക്കോളജിയാണ്. തേർഡ് ഇയറിൽ ജനറൽ സർജറിയാണ് എനിക്ക് ടഫായിട്ട് തോന്നിയത്. പിന്നെ ഫൈനൽ ഇയർ ന്യൂറോ, ഒബ്വിയസ്ലി എല്ലാ ന്യൂറോസും 3 ന്യൂറോ ഉണ്ട്. അപ്പം 3ഉം ടഫായിരുന്നു. ഫോർത്ത് ഇയർ കുറച്ച് ടഫാണ്, കാരണം 7 സബ്ജക്ട്സ് ഉണ്ട്. അപ്പം കുറേ പഠിക്കാനുണ്ട്. പക്ഷേ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേനും നമ്മളത് മേക്കപ്പ് ചെയ്തെടുക്കും. ബട്ട് ഫോർത്ത് ഇയറിലെ എല്ലാ സബ്ജക്ട്സും പൊതുവെ പാടാണ്. അങ്ങനെ ഈസി എന്നൊന്നുമില്ല. ബാക്കി 3 ഇയർ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എനിക്ക്. അങ്ങനെയായിരുന്നു എൻ്റെ. പിന്നെ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. സോ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി ഫിസിയോതെറപ്പി റിലേറ്റഡ് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ ക്ലിനിക്കിലാണുള്ളത്. ഇപ്പം കുറച്ച് സമയം ബ്രേക്ക് കിട്ടി ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീണ്ടും ഒരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.